السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله لا قوة إلا بالله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله ثم الحمد لله ألف مرة. എത്ര സന്തോഷമാണ്. മുസ്ലിം ഉമ്മത്ത് മുഴുവൻ കാതോർക്കുകയാണ്. പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാവിന് ഇരട്ടി മധുരമാണ്. ഒന്ന്, പരിശുദ്ധമായ മുഹറമിന്റെ 10ാമത്തെ രാവ് ആശുറയുടെ രാവാണ്. ഒരു മിനിറ്റ് കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ ഒരു ലൈഫ് മുഴുവൻ കിട്ടും എന്ന് പറയും പോലെ അത്രയേറെ സൗഭാഗ്യമാണ്. അതോടൊപ്പം തിങ്കളാഴ്ച രാവ് ഇരട്ടി മധുരം സമ്മേളിച്ച ഈ പ്രഗത്ഭമായ മുഹൂർത്തം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇന്നത്തെ രാവിൽ നാളത്തെ പകലിൽ, അതായത് ആശുറയുടെ ദിവസം രാപ്പകലുകളിൽ നമ്മൾ ഓർത്തു ചൊല്ലേണ്ടത്, മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്, അതാണ് ചൊല്ലാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ ദുആകളിൽ ഈ പരിശുദ്ധമായ രാവിന്റെ ബറക്കത്ത്, രാവിന്റെ പോരിശ നമ്മൾ തവസ്സുലാക്കി, ഈ രാവിനെ തവസ്സുലാക്കിയിട്ട് ദ്വാരക്കുക. അതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുക. അതിന് വല്ലാത്ത പോരിശയാണ്. അത് ഫസ്റ്റ് വൺ നമ്മൾ മനസ്സിലാക്കണം. അതാരും മറക്കരുത്. അപ്പൊ നമുക്ക് ഇതേപോലെ ദിക്ർ ചൊല്ലിയിരിക്കാൻ, ദുആ ചെയ്തിരിക്കാൻ പറ്റാത്തവരുണ്ടാവും, രോഗികളുണ്ടാവും, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ടാവും, വീട്ടിൽ കിടക്കുന്നവരുണ്ടാവും, പല പ്രയാസമുള്ളവരുണ്ടാവും. അവർക്കൊക്കെ പ്രയാസകരമായിട്ട് ഒന്നുമില്ല, കിടന്ന കിടപ്പിൽ അല്ലെങ്കിൽ ഇരുന്ന ഇരിപ്പിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദുആ. ദുആയാണെങ്കിലോ ഇബാദത്തിന്റെ മുഖുൽ ഇബാദത്ത്, മജ്ജയാണെന്നാണ്, വലിയ ഇബാദത്താണ് ദുആ. അപ്പൊ കൽബുകൊണ്ട് ഇങ്ങനെ തേടാലോ. തേടുമ്പോൾ എന്ത് കരുതണം? അല്ലാഹുവേ, പരിശുദ്ധമായ മുഹറം 10ന്റെ ആശുറയുടെ ബറക്കത്ത് കൊണ്ട് എനിക്ക് ഇന്നതാ പഠിച്ചവനെ, രോഗം മാറ്റി പഠിച്ചവനെ, കാര്യങ്ങൾ മുറാദ് ഹാസിലാക്ക അല്ലാ എന്നൊക്കെ ചോദിക്കാം. നമ്മൾ ഓർക്കണത് ഈ പരിശുദ്ധമായ രാവിൽ പ്രിയപ്പെട്ടവരെ ഫസ്റ്റ് വൺ നമ്മൾ ഓതാൻ പോകുന്നത്, ഈ പരിശുദ്ധമായ മുഹറം 10 വരെ സജീവമായി 40 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് മഹാനായ സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിരുന്ന ദിക്റുണ്ട്. ആ ദിക്ർ 6 ഖർബ് മിൻ ഖുറൂബ്, ദുനിയാവിന്റെയും ആഖിറത്തിന്റെ എന്ത് കർബുകൾ, എന്ത് പ്രയാസം ആർക്കുണ്ടെങ്കിലും, രോഗത്തിന്റെ ആയിക്കോട്ടെ, സാമ്പത്തിക ആയിക്കോട്ടെ, കുടുംബപരമായിക്കോട്ടെ, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, കർബുണ്ടെങ്കിലും അതിനെ അത്ഭുതകരമായി മാറ്റിക്കളയാൻ ഇത് മതിയാകുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞ ദിക്റാണ്. അത്ഭുതകരമായ ദിക്റാണ്. ആ ദിക്ർ കൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ തുടങ്ങാം. എല്ലാവരും മനസ്സറിഞ്ഞ് ചൊല്ലണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എന്താ പറയുന്നത്? നമുക്കൊരു ബോധ്യം വേണം. എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹു നീ അല്ലാതെ ആരാധ്യനില്ല, ആരാധനക്ക് അർഹൻ നീ മാത്രമേ ഉള്ളൂ. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്, നീ വലിയ ആളാണ്, നിന്റെ പരിശുദ്ധയെ ഞാൻ വാഴ്ത്തണം, അത്ര വലിയ പരിശുദ്ധനാണ് നീ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായും ഞാൻ അക്രമം ചെയ്ത ആളുകളിൽപ്പെട്ട ആളാണ്, ഞാൻ അക്രമം ചെയ്ത ആളാണ്, തെറ്റ് സംഭവിച്ചു പോയ ആളാണ്, ഞാൻ മോശക്കാരനാണ്, നീ വലിയ ആളാണ്. ഇത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ എല്ലാവരും ബറക്കത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് ഒന്ന് റെഡിയായിട്ട് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കി അല്ലാഹ് എന്ന ചിന്തയിലാക്കി ഒന്ന് ചൊല്ലിക്ക്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. تقبل الله
അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ദിക്റിന്റെ പൊരിശാക്കപ്പെട്ട ഈ മൂല്യമുള്ള ദിക്റിന്റെ വീര്യമുള്ള ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസവും റഹ്മാനായ റബ്ബേ നീ മാറ്റിത്തരണേ അല്ലാ. വിഷമങ്ങളും രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി കുടുംബത്തിലും ജീവിതത്തിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും ജോലിയും കച്ചവടത്തിലും എല്ലാം ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞ എല്ലാവരുടെ മുറാദും ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഹാസ്വിലാക്കണേ അല്ലാ. ഈ ദിവസത്തിന്റെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഹാസ്വിലാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പരിശുദ്ധ രാവിൽ നമ്മളെല്ലാം ആക്റ്റീവായി ഓതണം, ചൊല്ലണം എന്ന് ഉലമ അടയാളപ്പെടുത്തിയ പ്രഗത്ഭമായ പരിശുദ്ധമായ ദിക്റ്, അതും പരിശുദ്ധമായ ഖുർആനിന്റെ വലിയൊരു സന്ദേശമുള്ള ദിക്റാണ്. എത്ര പ്രയാസത്തിലകപ്പെട്ടു പോയാലും അള്ളാഹു രക്ഷപ്പെടുത്തും. ഒന്നുമില്ലാത്തവരാണെങ്കിലും അള്ളാഹു എല്ലാം കൊടുക്കും. ഒന്നുമില്ലാത്ത ആളാണ്, പക്ഷെ അള്ളാഹു എല്ലാം കൊടുക്കും. ജീവിതത്തിൽ ഒരു സൗഭാഗ്യമാണ് ഈ ദിക്റ് പറയാൻ. അത് ഇന്നത്തെ പരിശുദ്ധമായ രാവിൽ, നാളത്തെ പകലിൽ അതിന്റെ ഫലം പറയണ്ടല്ലോ. നോർമൽ എല്ലാ ദിവസവും എല്ലാ മാസവും ഡെയിലി ഇത് പറയാന്ന് പറഞ്ഞാൽ അത് അശുദ്ധിയുള്ള പിരീഡിലുള്ള സഹോദരിമാർക്കും പറയാം. ഒരു കുഴപ്പമില്ല, ഒരു തടസ്സമില്ലാത്ത ദിക്റാണ്. അതൊരു 70 വട്ടം മഹാന്മാർ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബറക്കത്തിന് വേണ്ടി ഒരല്പം ചൊല്ലാം, പക്ഷെ മനസ്സിൽ നിന്ന് വരണം. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് പടച്ചോനാ. ആ പടച്ചോനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്, എനിക്ക് നീ മതി അല്ലാ, എനിക്ക് നീ മതി പടച്ചോനെ എന്നുള്ള ഒരു വലിയ മനസ്സിന്റെ വലിയൊരു താല്പര്യം അവിടെ പറയുന്നത്. എനിക്ക് നീ മതി റബ്ബേ. അള്ളാഹു ആണെങ്കിലോ കാര്യങ്ങൾ ഏറ്റെടുക്കാനും നടത്തിത്തരാനും സഹായിക്കാനും അവനാണ് ഏറ്റവും നല്ലത്. വേറെ ആരാളുള്ളത്? ഏത് മുതലാളിയെ സമീപിക്കുക? ആ മുതലാളിയുടെ കാര്യം നടക്കണമെങ്കിൽ അതിന്റെ മുകളിലുള്ള മുതലാളി മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവിന്റെ സഹായം വേണം. എല്ലാവരും അങ്ങനെ. ഏത് രാജാവിനും മേൽരാജാവ് അള്ളാഹുവാണ്. ഏത് ഭരണാധികാരിയുടെയും മേൽ ഭരണാധികാരി അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സമ്മതത്തോടെ അള്ളാഹിന്റെ സഹായത്തോടെ റഹ്മത്ത് കൊണ്ടാണ് ശ്വാസം വിടുന്നത്. ഏത് ഗേമനും അങ്ങനെയാണ്. അതിന് ഏറ്റവും വലിയ മുതലാളിയോട് നമ്മുടെ ചോദ്യം, എനിക്ക് നീ മതി അല്ലാ. അത് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞെന്ന് ചൊല്ലിക്കുക എല്ലാവരും. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. حسبي الله ونعم الوكيل نعم المولى ونعم النصير. 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 അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് 70 വട്ടം ചൊല്ലിയിട്ട് ഒരു ദുആ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് 7 വട്ടം ചൊല്ലണം എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. കിതാബിൽ കാണാം. അത് ചൊല്ലുന്നവർക്കോ മഹാന്മാർ പറയുന്ന പ്രതിഫലം നമുക്ക് കിതാബിൽ കാണാൻ പറ്റും. ലം യമുത് ഫി ദാലിക്കൽ ആം. ആ ഒരു കൊല്ലം മരണം ഉണ്ടാവില്ല. എത്ര പവറാ നോക്കി, എത്ര പവർ. ആ ഒരു കൊല്ലം മരണം ഉണ്ടാവില്ല. അപ്പൊ ഇടയിൽ മരിച്ചു പോകുന്നവരോ ഈ വർഷം മരിക്കുന്നവരോ ഈ ഒരു വർഷം, അതായത് ഈ ഒരു ന്യൂ ഇയർ പുതിയ അറബി മാസം വർഷം കയറി വന്നല്ലോ, അടുത്ത മുഹറത്തിനിടയിൽ മരിക്കേണ്ട ആളുകൾക്ക് ഇത് ആത്മാർത്ഥമായി ചൊല്ലാൻ പറ്റും. ചുമ്മാ ചിലപ്പോൾ ചൊല്ലാൻ പറ്റിയേക്കാം, പക്ഷേ ഇഖ്ലാസോടെ ചൊല്ലാൻ പറ്റൂല. ഹൃദയ സാന്നിധ്യത്തോടെ കൽബറിഞ്ഞ് മനസ്സ് തുറന്ന് ചൊല്ലാൻ പറ്റൂല എന്നാണ്. അതിൽ മുടക്ക് വരും, ചിലപ്പോൾ സംശയം വരും, ചിലപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് തോന്നിപ്പിക്കും, ചിലപ്പോൾ ഒരു വളരെ ലാഘവത്തോടെ ഒരു നെവർ മൈൻഡായിട്ട് ചൊല്ലും. അതുകൊണ്ടൊന്നും കാര്യമില്ല. മനസ്സറിഞ്ഞാൽ ഇതിന് പവറാണ്.
ഇതിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ ദുആയിൽ പറയുന്ന സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാനി വ മുൻതഹൽ ഇൽമി വ മബ്ലഗ റിളാ വ സിനത്തുൽ അർശ്. അല്ലാഹുവേ, അർശിന്റെ ഭാരം, അർശിന്റെ ഘനം, അതിന്റെ വെയിറ്റ്, നിന്റെ പൊരുത്തത്തിന്റെ അങ്ങേറ്റം, വിജ്ഞാനത്തിന്റെ അങ്ങേറ്റം, മീസാൻ നിറച്ച്, തുലാസ് നിറച്ച് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്താണ്. അള്ളാന്റെ ബഹുമാനമൊക്കെ പറയാൻ, ഞങ്ങൾക്ക് ചെന്ന് ചേരാൻ, കാര്യങ്ങൾ പറയാൻ, വന്നണയാൻ അഭയകേന്ദ്രം പടച്ചോനെ നീയല്ലാതെ വേറെ ഒരു അഭയസ്ഥാനവും ഞങ്ങൾക്കില്ല. രക്ഷപ്പെടാൻ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾക്കില്ല, നീ മാത്രമാണ്. ഒറ്റയും ഇരട്ടയും നിന്റെ കലിമാത്തുകളുടെ എണ്ണത്തിനനുസരിച്ച് മുഴുവനും അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹി അദദ ശഫഈ വൽ വത്ർ വഅദദ കലിമാത്തില്ലാഹി താമ്മാത്തി കുല്ലിഹാ. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നതെന്നറിയോ? അസ്അലുക സലാമത കുല്ലഹ. അല്ലാഹുവേ, എല്ലാ സലാമത്തും, എല്ലാ രക്ഷയും, എല്ലാ സലാമത്തും നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ആ സലാമത്ത് അപകടങ്ങൾ, രോഗങ്ങൾ മാത്രമല്ല, മരണം വരെ സലാമത്താക്കും പഠിച്ചു ഒരു കൊല്ലത്തേക്ക്. എത്ര പവറാണ്! അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് ചോദിക്കുന്നത്. ബിറഹ്മതിക അർഹമർ റഹീമീൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വഹുവ ഹസ്ബി വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഞങ്ങൾക്ക് പഠിച്ചോ മതി, എനിക്ക് അല്ലാഹുവേ നീ മതി, നിന്നെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത്, നീയാണ് സഹായി, നീയാണ് കാര്യങ്ങൾ നടത്തി തരുന്നത്. എന്നിട്ട് ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെ, ആലിന്റെ, സ്വഹാബത്തിന്റെ പേരിൽ സ്വലാത്ത്. അതോടെ അവസാനിക്കണേ ദുആ. ഇത് 7 വട്ടം മനസ്സറിഞ്ഞ് ചൊല്ലണമെന്നാണ്. നമുക്കൊന്ന് ചൊല്ലാം, മനസ്സറിഞ്ഞ്, ഖൽബ് കൊണ്ട് എല്ലാവരും ഒന്ന് ചൊല്ലിക്ക്, മനസ്സറിഞ്ഞ്. അസ്അലുക സലാമത കുല്ലഹ എന്ന് പറയുമ്പോൾ അല്ലാഹുവേ, എല്ലാ സലാമത്തും എനിക്ക് വേണം റബ്ബേ, നിയ്യത്ത് കൽബിൽ വരണം. ഞാൻ ഓർമ്മപ്പെടുത്താം, അസ്അലുക സലാമത കുല്ലഹ, എല്ലാ സലാമത്തും വേണം പഠിച്ചോനെ. എല്ലാവരും റാഹത്തായിട്ടൊന്ന് ചൊല്ലിക്ക്. സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാനി വമുൻതഹൽ ഇൽമി വമബ്ലഗർ റിളാ വസിനത്തുൽ അർശ് ലാ മൽജഅ വലാ മൻജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി. സുബ്ഹാനല്ലാഹി അദദ ശഫഈ വൽ വത്ർ വഅദദ കലിമാത്തില്ലാഹി താമ്മാതി കുല്ലിഹാ أسألك السلامة كلها برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير. وصلى الله تعالى على نبينا خير خلقه سيدنا محمد وعلى آله وصحبه وسلم أجمعين. الحمد لله تقبل الله. അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ പരിശുദ്ധമായ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് ഒരു കൊല്ലത്തേക്ക് ആഫത്ത്, മുസീബാത്തുകൾ, ബലിയാത്തുകൾ ഇല്ലാത്ത മരണം പോലും മാറ്റിവെച്ച അല്ലാഹു ആരോഗ്യത്തിൽ, ആയുസ്സിൽ ബറക്കത്ത് കൊടുക്കുന്നവരിൽ നമ്മയൊക്കെ അല്ലാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് മഹാന്മാർ പറയുന്നുണ്ട്, 100 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ വമ്പൻ പൊരിശയാണ്, വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് അതിന് പറ്റുന്നവരെല്ലാം ആ സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം ഇന്നത്തെ രാവിലും അല്ലെങ്കിൽ നാളത്തെ പകലിൽ ഓതാൻ വേണ്ടി ശ്രമിക്കണം. ബറക്കത്തിന് വേണ്ടി നമുക്ക് അൽഹംദുലില്ലാഹ് ഓതാം. എല്ലാവരും എൻ്റെ കൂടെ റാഹത്തായിട്ട് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തഖബ്ബൽ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഇനി ഈ പരിശുദ്ധമായ രാവും പകലും ആശുറായിന്റെ ദിവസത്തിൽ നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പരിശുദ്ധമായ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആത്മാർത്ഥമായി ഇന്നത്തെ രാവിൽ നാളത്തെ പകലിലൊക്കെ ഓതുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫദ്ലുള്ളതാണ്. ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരാറുണ്ട് ബറക്കത്തിന് വേണ്ടി. അത് ഒരു ദിവസത്തിൽ 7 വട്ടം ഈ പരിശുദ്ധമായ ആയത്തുകൾ 2 എണ്ണം 7 വട്ടം ഓതിയാൽ ആ ദിവസത്തിൽ മക്രൂഹായി വെറുക്കപ്പെടുന്ന ഒന്നും അയാളുടെ ലൈഫിൽ ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കി, ഈ ദിക്ർ ചൊല്ലുന്ന ആ ദിവസത്തിൽ അവർക്ക് മരണം അല്ലാഹു തീരുമാനിച്ചിട്ടില്ല എന്നറിയാം. അതിന്റെ സൂചനയാണ് എന്ന് പോലും തഫ്സീറിന്റെ കിതാബ്, എൻ്റെ വകയല്ല, ഒന്നും തഫ്സീറിന്റെ കിതാബിലുണ്ട്. പോരിശാക്കപ്പെട്ട 2 പരിശുദ്ധമായ ആയത്തുകളാണ്. കാവലിന്റെ ആയത്തുൽ ഹിർസാണ്, കാവലിന്റെ ആയത്തുകളാണ്. അപ്പൊ നമുക്ക് നോക്കാം റാഹത്തായിട്ട്. എല്ലാവരും എൻ്റെ കൂടെ നോദിക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇനി പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ടെൻഷൻ മാറാൻ, അവന് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാവാൻ, അവർക്ക് സമ്പത്തും സന്താനങ്ങളും വർദ്ധിക്കാൻ, ഉള്ള മക്കൾ സ്വാലിഹ്യങ്ങളാകാൻ, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എല്ലാറ്റിനും പറ്റുന്ന ഖുർആനിന്റെ ഒരു മരുന്നുണ്ട്. അതെന്താ? അത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനം. അള്ളാഹുവിനോട് ക്ഷമാപണം പറയാ, സംഭവിച്ചു പോയി റബ്ബേ എന്ന് പറയാം, ഇസ്തിഗ്ഫാർ പറയാ. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള അമലാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഞെരുക്കമൊക്കെ മാറിക്കിട്ടുന്ന അമലാണ്. മനസ്സ് ഫ്രീ ആകാൻ, മനസ്സിന്റെ എല്ലാവിധ ഫീലിങ്സ് അല്ലെങ്കിൽ മൂഡ് ഓഫ് മാറി കിട്ടാൻ ഏറ്റവും നല്ല മരുന്നാണ് ഇസ്തിഗ്ഫാർ. നമുക്കൊന്ന് ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറ. 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 റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹ്. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇന്ന് ഈ പരിശുദ്ധമായ രാവിൽ നമ്മൾ പ്രത്യേകം ഓർത്ത്, അവസാനത്തിലേക്ക് മാറ്റി മറന്നു, ഓർത്തു ചൊല്ലേണ്ടതാണ് നിയ്യത്ത്. മുഹറം 10 നോമ്പിന്റെ നിയ്യത്ത്. എത്ര പോരിശയാണ് ഇന്ന്. പരിശുദ്ധമായ മുഹറം 10 വെള്ളിയാഴ്ച രാവ്, പരിശുദ്ധമായ മുഹറം 10 തിങ്കളാഴ്ച രാവാണ്, ആശുറായിന്റെ രാവാണ്. എത്ര കൂലിയാണെന്ന് നോക്കി. എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയിൽ പ്രത്യേക നോമ്പ് സുന്നത്തുള്ള ദിവസം കൂടെയാണ്. അത് മുഹറം 10 ചേർന്ന് വന്നു, ഇരട്ടി മധുരമാണ്. അപ്പൊ നീയത്ത് വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച്, മനസ്സിലൊന്നും നീയത്ത് വെച്ച് എല്ലാവരും നഷ്ടപ്പെടാതെ, മുമ്പിടിക്കുന്നവരൊക്കെ നീയത്ത് വെക്കാം. ഫറദ് ഖളാ വീട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹുവേ, എൻ്റെ റമദാനിന്റെ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് നാളെ ഞാൻ നോറ്റ് വീടുവാൻ കരുതിയിരിക്കുന്നു അല്ലാഹ് എന്നുള്ള നീയത്ത് വെക്കാം. അതോടൊപ്പം പടച്ചവനെ മുഹറം മാസത്തിന്റെ
ഒരു ദിവസത്തിൻ്റെ സുന്നത്ത് നോമ്പ് നാളെ ഞാൻ അനുഷ്ഠിക്കാൻ കരുതിയിരിക്കുന്നു അല്ലാഹ്. ഓക്കെ, ഒരു നിയ്യത്തോടെ അള്ളാഹുവെ പരിശുദ്ധമായി മുഹറം 10 ആശുറയുടെ സുന്നത്ത് നോമ്പ് നാളെ ഞാൻ എടുക്കാൻ കരുതിയിരിക്കുന്നു അല്ലാഹ്. ഒന്നുകൂടെ പരിശുദ്ധമായി തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു അല്ലാഹ്. നീത്ത് വെച്ച് അൽഹംദുലില്ലാ, എത്ര സന്തോഷമാണ്. ക്ലാസ്സിൽ കേട്ടില്ലേ, കൂലി കേട്ടില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് 60 കൊല്ലം മുഴുവൻ പകലിൽ നോമ്പ്, മുഴുവൻ രാത്രി നിസ്കാരം. ആ കൂലിയാണ് നാളെ ഒറ്റ നോമ്പോട്ട് കിട്ടാൻ പോകുന്നത്. അതോടൊപ്പം സ്വാമദ്ദഹറ തൗറാത്തിൽ പോലും ഉണ്ട്. ഫകഅന്നമാ സ്വാമദ്ദഹറ കുല്ല, കാലം മുഴുവൻ നോമ്പ് പിടിച്ച കൂലിയാണ് നാളത്തെ പകലിലെ നോമ്പ് എന്ന് ആലോചിച്ച് നോക്കി. പിന്നെയോ തിങ്കളാഴ്ച നോമ്പിന്റെ കൂലി പറയണോ? തിങ്കളാഴ്ച പരിശുദ്ധമായ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ച. ഇന്ന് മഗ്രിബോടെ തുറന്നു, നാളെ മഗ്രിബോടെ ക്ലോസ് ചെയ്യും. ഇത്രയുടെ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന സമ്മാനം ലോകത്ത് അന്അമത്തുൽ കുബ്ര, ലോകത്തിന് ഇനി ഇതിനേക്കാൾ വലിയൊരു സമ്മാനം വേറെ ഇല്ല. ആ സമ്മാനമാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ കിട്ടിയ രാവും പകലുമാണ്. എന്ത് ചെയ്താലാണ് തിങ്കളാഴ്ച പരാജയപ്പെടുന്നത്? ഭയങ്കര വമ്പൻ വിജയമാണ് തിങ്കളാഴ്ച. അപ്പൊ ആ നെയ്യത്തെല്ലാം നമ്മൾ കരുതി കൊടുക്കുക. ഇന്നത്തെ നോമ്പിൽ അൽഹംദുലില്ലാഹ് ലോകമായി മറ്റു തടസ്സങ്ങളായി നോമ്പ് നഷ്ടപ്പെടുന്ന ആളുകളോ നോമ്പ് ഖളാ വീട്ട, വേറെ സൗകര്യമുള്ള ദിവസത്തിൽ നോമ്പ് ഖളാ വീട്ടി പിടിക്കുക. ഇപ്പൊ നാളെ നോമ്പ് സുന്നത്തുണ്ട്. നാളെ എന്ന് പറഞ്ഞാൽ നാളെ മഗ്രിബോടെ കയറി വരുന്ന രാത്രിയിൽ നിയ്യത്ത് ചെയ്ത് മറ്റന്നാൾ മുഹറം 11 നോമ്പ് സുന്നത്താണ്. കഴിയുന്നവരൊക്കെ പിടിക്കുക, വലിയ ഫളലാണ്. പിന്നെ അയ്യാമുൽ ബീദ് വരുന്നുണ്ട് തൊട്ട് ചേർന്ന്, വമ്പൻ പ്രതിഫലം. ക്ലാസ്സിൽ നമ്മൾ പറയും. അത്രയേറെ പോരിശയുള്ള ഗുണങ്ങളെല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ നിയ്യത്ത് മനസ്സിൽ ഉറപ്പിക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ഇന്നത്തെ ഈ പരിശുദ്ധമായ സുദിനത്തിൽ സ്വലാത്ത് അറിയാലോ, പുണ്യ ഹബീബിന്റെ രാവാണ് തിങ്കളാഴ്ച രാവ്. അതിൽ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മോളാണ് പൊന്നുമോൾ ഫാത്തിമത്തു സഹറ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹ. ആ മഹദിയവരുടെ സ്പെഷ്യൽ സ്വലാത്ത് എന്ന ഉലമാക്കൾ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ്യ. കുഞ്ഞു സ്വലാത്താണ്. ഉമ്മമാർക്കൊക്കെ വലിയ ഇഷ്ടമാണ് ആ സ്വലാത്ത്. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് എണ്ണം ചൊല്ലാൻ പറ്റും. സ്വലാത്തുൽ ഫാത്തിമിയ്യ ഒന്ന് ചൊല്ലാൻ നമുക്ക് ഈ പരിശുദ്ധ രാവിൽ. അല്ലാഹുവേ, അതിന് സൗഭാഗ്യമാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി, اللهم صل على النور واهله، 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 اللهم صل على النور واهله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. تقبل الله. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ മുഹറം 10-ന്റെ രാവ് അല്ലെങ്കിൽ 10-ന്റെ പകൽ ഏതെങ്കിലും സമയത്ത് കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ, നമ്മൾ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ, റോസ് വാട്ടർ പനിനീർ വെള്ളം എടുക്കുക, എന്നിട്ട് ഒരു ഫാത്തിഹ 3-7 ഓതിയാൽ പിന്നെ പ്രതിഫലം പറയണ്ട, എഫക്റ്റ് പറയണ്ട. ഒറ്റവട്ടം തെറ്റുകൂടാതെ ഓതാൻ അറിയുന്ന ഒരാള്, മോനോ മോളോ സഹോദരനോ സഹോദരിയോ ഭാര്യ ഭർത്താവ് ആരും ആയിക്കോട്ടെ, ഉമ്മയോ വാപ്പയോ, റാഹത്തായിട്ട് ഓതാൻ പറ്റിയ ഒരാൾ തെറ്റുകൂടാതെ ഓതുക. സഹോദരിമാർക്ക് ഓതാൻ പറ്റാത്ത പീരീഡ്സ് ഉണ്ടാവും, കുഴപ്പമില്ല, ഓതാൻ പറ്റുന്ന ഒരാൾ ഓതിയാൽ മതി. ഓതിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇസ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. ആ വെള്ളം ഓതിയാളും കുടുംബത്തിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് കൊച്ചുമക്കൾക്കിടക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. കയ്യിലേക്ക് ഒരല്പം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് കയ്യിൽ തേച്ചിട്ട് മുഖം മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മുഖത്ത് തടവി കൊടുക്കുക. കുറച്ചൊഴിക്കുക, തല മുഴുവൻ തടവി കൊടുക്കുക, മക്കൾക്ക് ചെയ്തു കൊടുക്കുക. എന്നാൽ അത് ഹിഫ്ദുൽ ലഹൂന, അത് ചെയ്യുന്ന ആൾക്ക് കാവലുണ്ടാകും. മിൻ ജമീഇൽ ഇലലി വൽ അസ്ഖാം, മുഴുവൻ രോഗങ്ങൾ വേദനകളെ തൊട്ട് അള്ളാഹു അവന് തീർച്ചയായും ഹിഫ്ദ് കൊടുക്കും, കാവൽ കൊടുക്കും എന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ ചെയ്യുക, പറ്റുന്നവരൊക്കെ, തൗഫീഖുള്ള ആളുകൾക്കേ പറ്റുള്ളൂ, അല്ലാത്ത ആളുകൾ തെന്നിമാറി നടക്കും. ഏതായിരുന്നാലും കഴിയുന്നവരൊക്കെ ചെയ്യാം. വലിയ ബെനിഫിറ്റുള്ള സംഭവമാണ്, ഓർത്ത് ചെയ്യണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പരിശുദ്ധമായ രാവ്, മുഹറം 10-ന്റെ രാവാണല്ലോ ഇന്നത്തെ രാവ്, നാളത്തെ പകൽ. നോമ്പുള്ളവരും ഇല്ലാത്തവരും, കുട്ടികളൊക്കെ ഉണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും, അവർക്കൊക്കെ ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം, സാധാരണ പതിവില്ലാത്ത നിലക്ക് തന്നെ. സാധാരണ നമ്മൾ ബീഫ് മേടിക്കാറുണ്ട്, ചിക്കൻ വാങ്ങിക്കാറുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കിയിട്ട് മട്ടൻ വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം. കഴിക്കുമ്പോൾ വീട്ടിൽ മട്ടൻ ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ട്, അവർക്ക് ചിക്കനാണ് ഇഷ്ടം, വാങ്ങിക്കൊടുക്കണം. ഒരാൾക്ക് മീനാണ് ഇഷ്ടം, കരിമീൻ വാങ്ങണം എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കാൻ പാടില്ല, വാങ്ങിക്കൊടുക്കണം. എല്ലാവരും സന്തോഷിപ്പിക്കണം. മക്കൾക്ക് ടോയ്സൊക്കെ വാങ്ങി കൊടുക്കുന്ന ഉസ്താദുമാരെ എനിക്കറിയാം. മുഹറം 10-ന്റെ അന്ന് കുട്ടികളെ കടയിൽ കൊണ്ടുപോയി, സ്കൂളും മദ്രസയൊക്കെ ഓഫാണല്ലോ, കടയിൽ കൊണ്ടുപോയി ടോയ്സൊക്കെ വാങ്ങിക്കൊടുക്കും. ഭയങ്കര സന്തോഷിപ്പിക്കുക, അവരുടെ കൂടെ ഇരുന്ന് കളിക്കും. റഹ്മാനായ റബ്ബേ, എത്ര സന്തോഷമാണ് ആ മക്കളുടെ കൂടെ ഇരുന്ന് സന്തോഷിക്കുക, കളിക്കുക, അവരെ കളിപ്പിക്കുക. ഭയങ്കര ദാറുൽ ഫറഹ് എന്ന് പറയുന്ന സ്വർഗത്തിൽ ഒരു വീട് അത്തരം ബാപ്പക്കും ഉമ്മക്കും അല്ലാഹു കൊടുക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ, ഇത്രയും കേമനായ ഞാനോ, ഇത്രയും പ്രായമായ ഞാനോ കുട്ടികളുടെ ഇടയിൽ നിന്ന് കളിക്കേ? ഞാൻ വലിയാരും ഖതീബൊക്കെയല്ലേ, അല്ലെങ്കിൽ ഞാൻ പോലീസുകാരനല്ലേ, ഞാൻ മറ്റേ പഞ്ചായത്ത് മെമ്പറല്ലേ, ഞാൻ വലിയ ഉദ്യോഗസ്ഥനല്ലേ, വലിയ ശമ്പളക്കാരനല്ലേ, ബിസിനസ്സുകാരനല്ലേ എന്ന് പറഞ്ഞിട്ട് കേമനായിട്ട് നടന്നാൽ പോരാ. ആ കുട്ടികളോടുള്ള കളിചിരിയിൽ പോലും, തമാശയിൽ പോലും ഭയങ്കര മാർക്കാണ്. പ്രത്യേകിച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കണം. ഇന്ന് ഹദിയ സ്വതക്ക കൊടുക്കാൻ, ഇന്നത്തെ രാവ് നാളത്തെ പകൽ കഴിഞ്ഞാൽ ഒരു കൊല്ലം മുഴുവൻ സ്വതക്ക കൊടുത്ത കൂലിയ. റാഹത്താണ്. മുഹറം 10-ന്റെ നോമ്പ് ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ, നാളത്തെ നോമ്പ് തുറക്കൽ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ, എൻ്റെ റബ്ബേ, ഈ സമുദായത്തിൽപ്പെട്ട മുഴുവൻ പാവപ്പെട്ട ഫക്കീറുമാരുടെ കുടുംബത്തിൽ വയനിറച്ചു ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന കൂലിയാണ്. ഇന്നത്തെ രാവിൽ നാളത്തെ പകൽ യതീം കുട്ടികളുടെ സ്നേഹത്തോടെ, അവരോടുള്ള ഒരു സ്നേഹത്തോടെ ബഹുമാനത്തോടെ തലോടിയാൽ ആ മുടിയുടെ എണ്ണത്തിനനുസരിച്ച് സ്വർഗത്തിൽ ദറജ കൂടും എന്ന് കിതാബുകളിൽ കാണാം. വലിയ ഫളിലാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഒരു നന്മയും നഷ്ടപ്പെടരുത് എന്നുള്ള ചിന്തയിൽ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം മുന്നേറണം, നമ്മളെല്ലാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ മാസത്തിൽ വഫാത്തായി പോയ ആളുകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, വേണ്ടപ്പെട്ടവർ, അയൽവാസികൾ, ഭക്ഷണം നിന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, പരിചയമുള്ളവർ, ഇല്ലാത്തവർ, നമ്മുടെ പള്ളിയുടെ ചുറ്റും ഓരോ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കബറി കിടക്കുന്നവർ,
എല്ലാവരെയും നിയ്യത്ത് ചെയ്തിട്ട് ഒരു ഫാത്തിഹ മനസ്സറിഞ്ഞ എല്ലാവരും ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹ്. അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇന്നത്തെ പരിശുദ്ധമായ രാവിൽ രണ്ട് കാലം തളർന്നുപോയി എണീറ്റ് നടക്കുന്നത് കാണാൻ വേണ്ടി വാപ്പയും ഉമ്മയും കുടുംബം കൊതിച്ചിരിക്കുക ഒരു പൊന്നുമോളുടെ കുഞ്ഞുമോളുടെ. ആ മോള് ചുമ കൂളായിട്ടാണ് എണീറ്റ് നിന്നു. എന്താ കാരണം? മുഹറമിന്റെ 10 ആശുറാന്റെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എൻ്റെ രോഗം മാറ്റണം ആ മോള് പറഞ്ഞു. അതാണ് കാരണം. വേറെയും ഒരുപാട് ചരിത്രത്തിൽ കാണാൻ പറ്റും അത്ഭുതകരമായ സംഭവം. നമ്മുടെ ജീവിതത്തിൽ തന്നെ കാണാം. നമ്മുടെ ജീവിതം ഇന്നത്തെ രാവിൽ തന്നെ നാളത്തെ നേരം വെളുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ എഫക്റ്റ് എന്തോരമുണ്ട് ഇങ്ങനെ ദുആ ചെയ്താൽ. അപ്പൊ ആ ദുആ അടക്കം ആത്മാർത്ഥമായി കൽബറിഞ്ഞ് നമ്മൾ പറയാം. അൽഹംദുലില്ലാ. നമുക്ക് ദുആയിലേക്ക് കിടക്കാം. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും പങ്കെടുത്തതും ഒരുമിച്ച് കൂട്ടിയതും ഒരുമിച്ച് കൂടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ എല്ലാറ്റിൻ്റെയും മിഥലകവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ സ്വലാഹിന്റെ ആളുകൾ, ഞങ്ങളുടെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വെല്ലുപ്പമാര്, വെല്ലുമ്മമാര്, കാരണവന്മാര്, ഉസ്താദുമാര്, മശായിഖന്മാര്, അല്ലാഹുവേ ആദ്യകാലം മുതലേ ഞങ്ങളുടെ മജ്‌ലിസിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുത്ത പലരും ഖബറിലാണ്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാം ഓരോരോ മസ്ജിദിന്റെ പള്ളിക്കാടുകളിലും ഒരുപാട് പേര് കിടന്നുറങ്ങുന്നുണ്ട്. അല്ലാ, അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ചവരെ, നിങ്ങൾ സാധുക്കളാണല്ലാ, പാപികളാണല്ലാ, ദോഷികളാണല്ലാ. നിന്നോടല്ലാതെ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാ. പടച്ചോരേ, ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ സാധുക്കളാണ് ഞങ്ങൾ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയാണ് ഈ പരിശുദ്ധമായ രാവിന്റെ ദിവസത്തിന്റെ മുഹറം 10 ബറക്കത്ത് കൊണ്ട് ഇത് ഞങ്ങളെ പരിചയപ്പെടുത്തി തന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദോഷങ്ങൾ പുറത്തു മാപ്പാക്കി സ്വർഗാവകാശികളിലേക്ക് തെരഞ്ഞെടുക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് പേര് രോഗികളാണ് റബ്ബേ. വീടില്ലാത്ത, മക്കളില്ലാത്ത, നല്ലവണ്ണമുള്ളൊരു ജോലിയില്ലാത്തതിൻ്റെ പേരിൽ റബ്ബേ വിഷമിക്കുന്നവരുണ്ട്. മക്കൾ നിസ്കരിച്ച് കാണാൻ കൊതിക്കുന്നവരുണ്ട്. പടച്ചവനെ കുടുംബത്തിൽ സന്തോഷം കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് റബ്ബേ. പടച്ചവരെ എല്ലാ ഖൈറും ബറക്കത്തും നിഅമത്തും ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാ. ഇന്നത്തെ പരിശുദ്ധമായ രാവിലെ നീ ഇജാബത്ത് കൊടുക്കുമ്പോ സാധുക്കളായ ഞങ്ങളെ ചേർത്ത് ഇജാബത്ത് തരണേ അല്ലാ. അപകട മരണങ്ങൾ റബ്ബേ കാവൽ തരണേ അല്ലാ. ഒരു കൊല്ലത്തേക്ക് മരണം പോലും മാറ്റിവെക്കുമെന്ന് പറഞ്ഞ അല്ലാഹുവേ ദിക്ർ ഞങ്ങൾ പറഞ്ഞവരാണല്ലാ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് ദീർഘായുസ്സ് നിന്റെ ത്വാഅത്തിലാക്കി ആഫിയത്തോടെ തരണേ അല്ലാ. ഞങ്ങൾ പെട്ടെന്നങ്ങ് മരിച്ചുപോയി. ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് ബാപ്പാ ഉമ്മ എന്ന് വിളിക്കാനില്ലാതെ എത്തിയും കുട്ടികളാകേണ്ട അവസ്ഥ വരല്ലേ അല്ലാ. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നിസ്കാരമുള്ള മക്കളാക്കണേ അല്ലാ. മതഭൗതിക സാങ്കേതിക വിദ്യകളിൽ പഠനങ്ങളിൽ അവരെ ഉന്നതിയിലാക്കണേ അല്ലാ. മക്കളെ കൊണ്ട് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെയായി പോകുന്ന അവസ്ഥ തരല്ലേ അല്ലാ. കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും മോശപ്പെട്ട കൂട്ടുകെട്ടുകൾക്കും പടച്ചവനെ പ്രേമങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. പടച്ചവരേ ഞങ്ങൾക്ക് നീ ഖൈർ തുറന്നു നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന, ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, ഞങ്ങളുടെ കഫാഖ് ഇസ്ലാമിക് ചാനൽ നെഞ്ചോട് ചേർത്തിയിരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. പടച്ചവനെ ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്ന, ദുആ ചെയ്യാൻ വേണ്ടി കമന്റ് പറയുന്ന, സന്തോഷമാണെന്ന് പറയുന്ന പടച്ചവനെ വാട്സപ്പിലൂടെ ഗ്രൂപ്പിലൂടെ അല്ലാഹുവേ ഞങ്ങളുടെ PM-ൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണല്ലാ. എല്ലാം നടത്തിത്തരണേ റബ്ബേ. കിടന്ന കിടപ്പിൽ അനങ്ങാൻ പറ്റാതെ ഞങ്ങളുടെ മജ്‌ലിസ് കേൾക്കുന്നവരുണ്ട്. കൗമാരക്കാരായ മക്കൾ ആക്സിഡന്റിൽ പറ്റിയിട്ട് കൈയും കാലൊക്കെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. അത്തരം ബലാ മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മുഹിബ്ബീകളെയും കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഹദിയ നൽകുന്നവര്, നോമ്പ് തുറപ്പിക്കുന്നവര്, പടച്ചവരെ മുഹറം മാസം എത്ര നോമ്പാണ് ഞങ്ങളുടെ മഹല്ലത്തിൽ, ഞങ്ങളെ സേവനം ചെയ്യുന്ന മഹല്ലത്തിൽ സന്തോഷകരമായ ഞങ്ങളുടെ ഉപ്പമാര് ഞങ്ങളെ നോമ്പ് തുറപ്പിച്ച് കൂലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഈ പരിശുദ്ധമായ രാവിലെ നാളത്തെ പകലില് സ്വർഗം നിർബന്ധമായവരിൽ ഞങ്ങളെ ഒന്ന് ചേർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ആയുസ്സിൽ അവസാനത്തെ പരിശുദ്ധമായ മുഹറം 10 അല്ലാ. ഒരുപാട് വർഷക്കാലം ഞങ്ങൾക്ക് തരണേ റബ്ബേ. പടച്ചവരെ മുറാദ് ഹാസിലാകാൻ പറഞ്ഞവരെ ഹാസിലാക്കണേ അല്ലാ. സ്വദേശത്ത് വിദേശത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ അൻവാറെ ഫസലിന്റെ കുടുംബമാണ് റബ്ബേ. പടച്ചവനെ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ കാന്നവന്മാര് റബ്ബേ പല നിലക്കും അവര് രോഗികളാണ്. അവര് കരയുന്നത് ഞങ്ങളെ കാണിക്കല്ലേ അല്ലാ. ഞങ്ങളാക്കാൻ വേണ്ടി ജീവിതം മുഴുവനും പട്ടിണി കിടന്ന് മരുന്ന് കഴിക്കാതെ റബ്ബേ ഞങ്ങളെ നടത്താതെ കിലോമീറ്റർ ഞങ്ങളുടെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. കണക്ക് പറഞ്ഞിട്ടില്ല അല്ലാ. അല്ലാഹുവേ അവർക്ക് ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സന്തോഷം തരണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളെ സഹായിക്കണേ അല്ലാ. ഫലസ്തീനിന്റെ പാവപ്പെട്ട മക്കളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന, പടച്ചവനെ ആക്രമിക്കുന്ന ഇസ്രായേലിനെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അവിടെ സകലമായ എല്ലാ ട്രിക്കുകളും നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഫലസ്തീന്റെ മക്കൾക്ക് നീ വിജയത്തിന്റെ, സന്തോഷത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. ദില്ലത്തിലാക്കല്ലേ അല്ലാ. എപ്പോ മരിച്ചാലും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് നെറ്റി വിയർത്ത് കണ്ണിലൂടെ കണ്ണുനീരൊലിച്ച് മുഅ്മിനീങ്ങൾ മരിക്കുന്നത് പോലെ നല്ല മരണം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരാളെയും നീ നരകാവകാശിയാക്കല്ലേ അല്ലാ. സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുക്കണേ റബ്ബേ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. اللهم رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. بحق صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം, ഓർക്കണം, നിങ്ങൾ ഓർക്കും, സ്വീകരിക്കട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.